ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. മുമ്പിൽ ഫ്രിൽസും കാര്യങ്ങളും അതുപോലെ ലേസൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ലൈനിങ് ഞാൻ വാങ്ങിയിട്ടുള്ളത് 1 മീറ്ററാണ്. അതുപോലെ മെയിൻ ഫാബ്രിക് ഞാൻ വാങ്ങിയിട്ടില്ല, ഏകദേശം 1.5 മീറ്ററാണ് കേട്ടോ. ഏകദേശം ഒരു 6 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്, മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവൾ അത്യാവശ്യം വലിയ തടിയും അതുപോലെ തന്നെ ഹൈറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ ലേസ് ഏകദേശം ഒരു 1.5 മീറ്ററും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ഒരുമിച്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ മുകളിൽ മെറ്റീരിയൽ കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തും. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4.5 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത്. നമ്മൾ സ്ലീവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ കട്ടിങ്ങൊക്കെ വേറെ തന്നെ ആയതുകൊണ്ട് തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും കൂട്ടി കൊടുക്കുന്നില്ല. 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ എടുക്കുന്നതും 4.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് താഴത്തേക്ക് ഇതുപോലെ 4.5, നമ്മുടെ ആ ഷോൾഡറിൻ്റെ 4.5 ഇല്ലേ, ജസ്റ്റ് അതുപോലെ മാർക്ക് ചെയ്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ നിന്ന് ഇതുപോലെ 4.5 ഇതുപോലെ കൊടുത്തിട്ട് മുകളിലോട്ടേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തും. ഇത് നമുക്ക് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. നമ്മുടെ കാര്യമായിട്ടുള്ള കട്ടിങ് വരുന്നത് നമ്മുടെ ലൈനിങ് പീസിലാണ് കേട്ടോ. മെയിൻ ക്ലോത്തിൽ അങ്ങനെ വലിയ കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ചെസ്റ്റ് എടുക്കുന്ന 6 ഇഞ്ചും തയ്യലത്തും ഞാൻ 2 ഇഞ്ചും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടത്തെയും ബാക്കത്തെയും വേറെ കട്ട് ചെയ്യുന്നില്ലല്ലോ, ഒരുമിച്ച് ആയതുകൊണ്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കാരണം സിബും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് പോവും. പിന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഷോൾഡറിൻ്റെ താഴത്തേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഷേപ്പ് കൊടുക്കണം. അത് ഞാൻ 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. കാരണം നമുക്കിത് ഷേപ്പ് ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ലൂസിൽ വരുന്നതല്ലേ. അപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഈ 2 മെഷർമെൻറ്റ് മാത്രമേ വേണ്ടൂ. പിന്നെ അവിടെ ആ വേസ്റ്റ് നമുക്ക് താഴത്തേക്ക് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിലൊരു 1-2 ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ് പീസ് എടുക്കാം കേട്ടോ. ലൈനിങ് എടുത്തിട്ടുള്ള 24ആണ്. തയ്യൽ തുമ്പ് അടക്കം ഞാൻ 24 എടുത്തതാണ് കേട്ടോ. മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടി 25ആണ്. അത് നല്ലോണം ലെങ്ത്തിൽ എടുക്കുന്നില്ല, മുട്ടിനെ കുറച്ച് താഴത്തേക്ക് വരുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പും കാര്യങ്ങളും വരച്ചെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ആം ഹോൾ വരക്കണം കേട്ടോ. അതെനിക്ക് വിട്ട് പോയി വരക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വരച്ചിട്ട് അവിടെ താഴത്തേക്ക് നേരെ 3/4 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. കാരണം നമുക്കൊരു ഇങ്ങനെ കോളർ കണക്ക് വരുന്ന മോഡലിൽ അപ്പോൾ അധികം നമുക്ക് കഴുത്തിറക്കം വേണ്ട, ഒരു 3/4 ഇഞ്ച് മതിയും. ചെറിയത് ഷേപ്പും കൂടി ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരക്കാണ്ട് നമ്മുടെ ആ 2 ഇഞ്ച് വരച്ചില്ലേ അവിടെ നിന്നാണ് കൊടുക്കുക. നോർമലായിട്ട് നമ്മുടെ ആം ഹോൾ ഇതുപോലെ ആയിരിക്കില്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന നമ്മുടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ഇതുപോലെ നമ്മൾ ഈ ഒരു ആം ഹോളിലേക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർമ്മയില്ല ആം ഹോൾ വരക്കാൻ. ഞാൻ മുകളിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ആം ഹോൾ വരച്ചില്ല എന്ന് ഓർത്തിട്ട്. പിന്നീട് നമുക്കത് അതേ അളവിൽ തന്നെ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് മാത്രമല്ല ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് വെക്കാത്ത വെച്ചാൽ ആ പകുതി വരെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വർക്കില്ല. അപ്പം വർക്കില്ലടുത്ത് വരെ ഞാൻ ഇതുപോലെ മെറ്റീരിയൽ അത് സൈഡിലോട്ട് വെച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സൈഡിൽ നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുത്തത് 3/4 ഇഞ്ചിലാണ്. 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ആ 3/4 ഇഞ്ച് ഇതുപോലെ ചെറിയൊരു ഷേപ്പ്, നെക്കിൻ്റെ ഷേപ്പില്ലേ ആ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് സൈഡും എടുക്കണേ. അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എടുക്കുന്നത് 25 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം 26 നമ്മുടെ മെയിൻ ഫാബ്രിക് എടുക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ നമുക്കത് ഇതേ അളവിൽ തന്നെ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യാം. പിന്നെ ആ ഷേപ്പ് താഴത്തേക്ക് ആ ഷേപ്പ് ഇപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആ ഷേപ്പ്, കാരണം നമുക്ക് ആ സൈഡിൽ വർക്ക് വരുന്നില്ലല്ലോ, നമുക്കത് ഇതുപോലെ എടുത്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ആ ഷേപ്പിലേക്ക് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടിച്ച് കഴിഞ്ഞ് ലെവലാക്കി എടുത്താലും മതി, അത് പ്രശ്നമില്ല. ഇപ്പോൾ സ്ട്രെയിറ്റ് കൊടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് താഴത്തേക്ക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തും ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ലൈനിങ് പീസ് ഇതുപോലെ 2ആയിട്ട് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് നമുക്ക് സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുക്കുക. ഫ്രണ്ടിലത്തെ പീസും ബാക്കിലത്തെ പീസും രണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക. കാരണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം അതിൽ നിന്നൊരു പീസ് എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ളതാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. നമുക്കൊരു പീസും അതുപോലെ ഒരു ലൈനിങ്ങും എടുക്കാം കേട്ടോ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്കിത് ഇതുപോലെ നല്ല തുണീൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോൾ മാത്രം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതായത് ഇരുന്ന് തുടങ്ങി ഈ ഒരു സൈഡ് അടിക്കാം. നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് ആം ഹോൾ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് അടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ നെക്കിൻ്റെ അകലം കുറവാണ്, മെയിൻ ക്ലോത്തിൻ്റെ നെക്കിൻ്റെ അകലം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും. അത് കാര്യമാക്കേണ്ട, നമുക്ക് കറക്റ്റ് ആം ഹോളിൻ്റെ മീത് ആം ഹോൾ വരുന്ന രീതിക്ക് വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ലൈനിങ് പീസ് കുറവും, അതുപോലെ മെയിൻ ക്ലോത്ത് ഒരുപാട് ഇങ്ങനെ ചുരുണ്ട പോലെ അടിയിൽ കിടക്കുന്നുണ്ട്. അത് നമുക്ക് കാര്യമാക്കണ്ട. ഇതും അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ പ്രസ് സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്, അതുപോലെ നല്ല വശത്തേക്ക് കൂടിയിട്ട് സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ലൈനിങ് നല്ല അതേ മേച്ചായ കളറല്ല കിട്ടി, കുറച്ച് ഡിഫറെൻ്റ് ഉള്ള കളറാണ് കിട്ടിയത്. അപ്പോൾ ലൈനിങ് ഇങ്ങനെ പുറത്തേക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല വശത്ത് നല്ല മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ നീങ്ങി പുറത്തേക്ക് വരുമല്ലോ, കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കുക. ഫ്രണ്ടത്തെ 2 ആം ഹോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ചെയ്തെടുത്ത് നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാം. ഞാനിപ്പോൾ നല്ല വശം സ്റ്റിച്ച് ഇതിൽ കൊടുത്തിട്ട് കാണുന്നില്ലല്ലോ, ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. ഇതും കൂടി ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് കൊടുക്കുന്നത്. കാരണം ലൈനിങ് പുറത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്നേരം ചെയ്തത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് സെൻറ്ററും നമ്മുടെ നല്ല വശത്തെ സെൻറ്ററും കട്ടിട്ട് കൊടുത്തില്ലേ. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിക്കാണ് ഫ്രില്ലിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഇടാം. ലൈനിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലെ കട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഫ്രില്ലിട്ട്. ഞാൻ ഇതുപോലെ ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ടാണ് ചെറിയ രീതിക്ക് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ചെറുതായി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഫ്രില്ലിട്ട് ഞാൻ കണ്ടില്ലേ, സൈഡൊന്ന് നല്ല വശത്തേക്ക് കൂടി സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് അത് ആദ്യം കൊടുത്താലും പ്രശ്നമില്ല. ഞാൻ പഠിച്ചതിന് ശേഷമാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്ക് വശം നോക്കട്ടെ. ബാക്ക് വശം ഞാൻ ഇതുപോലെ സെൻറ്ററിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിബ് എത്രയാണ് ലെങ്ത്ത് അതിനേക്കാളും കുറച്ച് കുറവായിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്നാണ് സിബ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സിബ്ബാണ് കേട്ടോ ആ ഒരു കളർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഓപ്പണാണ് കൊടുത്തിട്ടുള്ളത്. വലിയ സിബ് വെക്കുന്നതും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഹൈനൊക്കെ വരുന്നതല്ലേ, നമുക്ക് സിബ് എനിക്ക് വാങ്ങിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നമുക്ക് ആം ഹോൾ അതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തെ ചെയ്ത കണക്ക് തന്നെ ചെയ്യുക. പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് വശത്തേക്ക് ഇങ്ങനെ ഇടുക. നല്ല വശത്തേക്ക് കൂടി സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്തില്ല സെൻറ്ററിൽ നമ്മുടെ ലൈനിങ്ങും നല്ല തുണി ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ പീസ് വെച്ചിട്ട് അടിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പീസൊന്നും വെക്കാൻ നിൽക്കുന്നില്ല, മോൾക്ക് തന്നെ അല്ലേ. അപ്പോൾ അത് സിബ് ഇതുപോലെ വിടർത്തി കൊടുത്തിട്ടും ഈ ഒരു പല്ലിൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫുള്ളായിട്ട് ഓപ്പൺ വരെ ചെയ്യേണ്ട, അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിർത്തണം കേട്ടോ. കാരണം നമുക്ക് ആ സിബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്, ഫുള്ളായിട്ട് ചെയ്യേണ്ട. ഇത് ഇപ്പുറത്തേക്ക് ഇതേപോലെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. നമുക്ക് ആദ്യം സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സിബിൻ്റെ അറ്റത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സിബിൻ്റെ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിക്കാത്ത ഡീറ്റെയിൽ ആയിട്ടും. നമുക്ക് സിബ് ഇതുപോലെ മുകളിലോട്ടേക്ക് നീക്കി കൊടുക്കാം കേട്ടോ. നീക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ പറയാം കുറച്ച് ഗ്യാപ്പ് വെക്കണം താഴത്തേക്ക് സിബ് വരാൻ വേണ്ടിയിട്ടും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് നമുക്ക് സിബ് ബാക്കിലേക്കൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. ഗ്യാപ്പ് കണ്ടില്ലേ, ചെറിയൊരു ഗ്യാപ്പില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കൂടി നമുക്ക് സിബ് ബാക്ക് വശത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിബ് നമ്മൾ ഇതുപോലെ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ അത് ഇതുപോലെ ആയിരിക്കും വരലിടെ. നമുക്കത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം. കാരണം ചെറിയൊരു ഹോൾസ് കാണുന്നുണ്ട് നമ്മുടെ അരിതിൻ്റെ, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരെ ബാക്ക് വശം എടുക്കാം. എന്നിട്ട് നേരെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ പിടിക്കാം. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും സെൻറ്റർ കറക്റ്റായിട്ട് സെൻറ്റർ മടക്കി വെച്ചിട്ട് നമുക്ക് അത് ഇതുപോലെ എടുക്കാം കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് താഴ്ത്തുന്ന ഒരു ക്രോസിലേക്ക് ആ സിബിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ സിബ് നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടുന്ന് കുറച്ച് താഴത്തേക്കായിട്ട് ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കിടക്കാം കേട്ടോ. അപ്പോൾ അത് അതൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇത്ര പോലെ മെറ്റീരിയൽ നമ്മുടെ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 വശത്ത് ഇതുപോലെ മെറ്റീരിയൽ കാണുമല്ലോ. നമ്മൾ അത് ഫ്രണ്ടിൽ ഫ്രില്ലിട്ടാണ് ബാക്കിൽ ഫ്രില്ലിടുക. ആ ലൈനിങ്ങിന് കണക്കായിട്ട് വരുന്ന രീതിക്ക് ബാക്കത്തെ മെറ്റീരിയൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് ഫ്രില്ലിടുക. ആദ്യം ഒരു സൈഡ് ഫ്രില്ലിട്ടെടുക്കുക, പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തതും നമുക്ക് ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം നമ്മുടെ ഒരു ഫ്രണ്ടിലത്തെ പീസ് എത്തുന്നുണ്ട്. ഫ്രണ്ടിലത്തെ പീസ് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എത്രയാണ് കിട്ടുന്നത് നോക്കാം. എനിക്ക് ഏകദേശം ഒരു 4.5 ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ 4.5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 4.5 ഇഞ്ചിൻ്റെ ബാക്കിലേക്ക് വരും. 4 ഇഞ്ച് ചിലപ്പോൾ സിബിൻ്റെ കുറവുണ്ടാവും, അത് പിന്നെ കാര്യമാക്കണ്ട. 4.5 തന്നെ എടുക്കുക. അപ്പം 4.5 ഡബിൾ വരുമ്പോൾ 9, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 9 വരും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡിൽ 1 ഇഞ്ച് വീതം വെക്കണം. അപ്പോൾ 9ൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച് ഒരു സൈഡിലും 1 ഇഞ്ച് ഒരു സൈഡിലും കൂടുമ്പോൾ 11 ഇഞ്ച് കിട്ടും. പിന്നെ തയ്യൽ തുമ്പിന് ബാക്കിലേക്ക് നമുക്ക് ജോയിൻ്റ് ആക്കാൻ ഒരു ഇഞ്ച് അങ്ങനെ 12 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. സോറി, തയ്യൽ തുമ്പ് അര ഇഞ്ചാണ് ബാക്ക് വശത്ത്. 11 ഇഞ്ചല്ലേ പറഞ്ഞത്, അതിൻ്റെ 1 ഇഞ്ചും കൂടി കൂട്ടി 12 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് നീളത്തിലുള്ള പീസ്, അതിൻ്റെ വീതി വരുന്ന 3 ഇഞ്ച്. മനസ്സിലായില്ലേ? കഴുത്തിൻ്റെ 4.5 വന്നു ഫ്രണ്ടിലേക്ക്, അത് ഞങ്ങൾക്ക് ബാക്കിലേക്ക് 4.5, അപ്പോൾ 9. 2 സൈഡിലും 1 ഇഞ്ച് നമുക്കൊരു ഗ്യാപ്പ് വരുന്നില്ലേ. അപ്പോൾ 10, 11, പിന്നെ ബാക്കിലേക്ക് അര ഇഞ്ച് അങ്ങനെ 12 ഇഞ്ച്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീസ് 12 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത പീസിൽ ഇതുപോലെ ഒരു അര ഇഞ്ച് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അരയിഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കും. ഒരു അരയിഞ്ച് താഴത്ത് വരുന്ന രീതിക്ക്. കാരണം അരയിഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് താഴത്ത് ജോയിൻ ചെയ്യാൻ കുറച്ച് സ്ഥലം വേണം. അപ്പോൾ അരയിഞ്ച് താഴത്ത് ഇതുപോലെ വിട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് നേരെ പകുതിക്കേക്ക് മടക്കുന്നില്ല. ഒരു അരയിഞ്ച് വിട്ടതിന് ശേഷമാണ് ഇത് ഇതുപോലെ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഷേപ്പ്, വലുതായിട്ടില്ല, ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഷേപ്പിലേ കൂടി രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് ഇതുപോലെ നിവർത്തി കൊടുക്കാം കേട്ടോ. കൊടുത്തതിന് ശേഷം ആ ഒരു പോയിന്റ് കിട്ടാൻ നമുക്ക് ജസ്റ്റ് കിറുക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു മൂലയിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ഈ അടിച്ചില്ലേ ഇതിൻ്റെ സെൻറ്ററിലേ മടക്കിയിട്ട് നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ പീസിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ചോക്ക് കൊണ്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ബാക്ക് വശത്താണ് കേട്ടോ വരക്കുന്നത്. ലൈനിങ് വശത്ത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് വശം എടുക്കാം. നമ്മുടെ ഈ മാർക്ക് ചെയ്തില്ലേ അത് ഇതുപോലെ ലൈനിങ് വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അടിച്ചത് നേരത്തെ അടിച്ചില്ല, അത് മുകൾ വശത്ത് വരുന്ന രീതിക്ക് വേണം ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അവിടുന്ന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വശത്തേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തില്ലേ. നമുക്കിത് ബാക്ക് വശത്തിന് ഇതുപോലെ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ ഇതുപോലെ അരിക്കൂട്ട കിട്ടൽ. നമുക്ക് നല്ല വശത്തിന് വെക്കാം കേട്ടോ. അതുപോലെ വെക്കാം. നല്ല വശത്തേക്കുള്ള പീസ് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ലൈനിങ് പീസ് സിബ് കുറച്ച് നമുക്ക് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലൈനിങ് പീസും ഒരുമിച്ചാണ് ഇപ്പോൾ വരുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് മടക്ക് വരണം. കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇതുപോലെ വെച്ചത്. ഇതുപോലെ ഇങ്ങനെയല്ല നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പീസ് അങ്ങനെ വെക്കേണ്ടത് നേരെ ഇതിൻ്റെ അടിവശത്ത് വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ അടിവശത്ത് ഇതുപോലെ വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് നേരെയാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം നമുക്ക് അതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല വശത്തേ കൂടി ഇതുപോലെ മടക്കിയിട്ട് നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു അരയിഞ്ച് മടക്കി സ്റ്റിച്ച് മുകളിൽ കാണുന്ന കണ്ടോ, ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം പൊട്ടിച്ച് കളയണ്ട. 2 സ്റ്റിച്ച് വേണ്ട, ബോറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. പിന്നീട് മറ്റേ സ്റ്റിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പിന്നീട് ഞാൻ വേസ്റ്റ് വരിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ വേസ്റ്റ് വരെ അടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല പീസ് ഇതുപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് കുറച്ച് മുകളിൽ നിന്നായിട്ട് നല്ല പീസ് ആ ഒരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. കുറച്ച് മുകളിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് താഴത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1 ഇഞ്ച് വീതിക്ക് ആ ഒരു തയ്യൽ തുമ്പ് വരുന്ന രീതിക്ക് നമുക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഞാനിപ്പോൾ അളവൊന്നും എടുക്കുന്നില്ല, ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുക എന്നിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് 1 ഇഞ്ച് ഗ്യാപ്പ് ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. ഇതുപോലെ വെച്ചിട്ട് താഴത്തോളം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് ഒരു സ്റ്റിച്ച് ചെയ്താലും പ്രശ്നമില്ല. നമ്മുടെ മെയിൻ ഫാബ്രിക് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 വശവും ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ലൈനിങ് ചെയ്യാം. ലൈനിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേസ്റ്റ് വരെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തില്ലേ, ആ സ്റ്റിച്ചിൻ്റെ എടുക്കുന്നത് തന്നെയാണ് തുടങ്ങുന്നത്. അതുപോലെ താഴത്തേക്ക് കുറച്ച് സ്റ്റിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉള്ളിലത്തെ പീസ് ഇതുപോലെ നീക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് നീക്കി കൊടുക്കുക, പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യുക, പിന്നീട് ആദ്യം ഉള്ളത്തെ തുണി കുറച്ച് നീക്കി കൊടുക്കുക. അങ്ങനെ ആ സമയത്ത് നമുക്കിന് ലൈനിങ് മാത്രമായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ലൈനിങ് താഴത്തോളം സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ലൈനിങ്ങിന് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നില്ല, മുൾക്കായതുകൊണ്ട് പ്രശ്നമില്ല. പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 സ്റ്റിച്ചിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശവും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കാം. മെയിൻ ഫാബ്രിക് ലെവലാക്കാം കേട്ടോ. കറക്റ്റായിട്ട് ലെവലാക്കാണ്ടെങ്കിൽ ലെവലൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ലേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ അടുത്ത് ചെറിയൊരു ബട്ടർഫ്ലൈ കൊടുത്തിട്ട് അതിലേക്ക് താഴത്തേക്ക് 2 വള്ളി ഞെഴുന്നത് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ആക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവില്ല, ബട്ടർഫ്ലൈ ആക്കാൻ അറിയുന്നുണ്ട്. അതുപോലെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ തുന്നിക്കൊടുത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനലായിട്ട് ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.